ഞാൻ ജനിച്ച് വളർന്ന് 19 വർഷം താമസിച്ച വീടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തറവാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നൊസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്കും എൻ്റെ തറവാട് വളരെ പ്രിയപ്പെട്ടതാണ്. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇരുന്ന് വഴി ഇങ്ങനെ കയറിയിട്ട് വേണം നമ്മുടെ വീട്ടിലെത്താൻ. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ വന്ന് നമുക്ക് വീട് വയ്ക്കാൻ പറ്റിയത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യമുണ്ട്. നമ്മളെപ്പോഴും വന്നിരുന്ന് വർത്തമാനം പറയുന്ന കൊലായിയാണിത്. കൊലായിൽ തന്നെ നമുക്കൊരു ചെറിയൊരു റൂമുണ്ട്. ആ കൊലായിൽ കണ്ട ടേബിളൊക്കെ പാപ്പൻ ഉണ്ടാക്കിയാണ് കേട്ടോ. 3 ചെറിയ മുറിയും പിന്നെ ഒരു ഹാളും ഒരു കൊലായും. അടുക്കള പിന്നെ നമ്മുടെ പുറത്തായിരുന്നു. പിന്നെ ഹാളിൽ നിന്ന് കുറച്ച് ഇറങ്ങുമ്പോൾ ഒരു നെടുമ്പരയുള്ള ഒരു ചെറിയൊരു വീടായിരുന്നു നമ്മുടേത്. ഇപ്പോൾ ഈ കാണുന്നത് ഈ റൂമിലായിരുന്നു ഞാൻ കിടന്നുണ്ടായിരുന്നത്. ആ എഴുത്തൊക്കെ എൻ്റെ കലാവിരുദ്ധാണ്. കൃഷിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസമില്ല. നമ്മളെല്ലാവരും വേറെ വേറെ വീട് വെച്ചിട്ട് മാറിയിട്ടുണ്ട്. ഈ കാണുന്ന മുറിയാണ് നമ്മുടെ പാപ്പൻ്റെയും മേമ്മയുടെയും അമ്പൂസിൻ്റെയും. ലച്ചൂസ് പിന്നെ ഈ വീട്ടിൽ അങ്ങനെ നിന്നിട്ടില്ല. അവൾ 6 മാസം അങ്ങനെ നിന്നിട്ടുള്ളൂ. പിന്നെ അപ്പോഴേക്കും പുതിയ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. ചെറിയൊരു ഹാളാണ്. പക്ഷെ നമ്മൾ ഈ ഹാളിൽ തന്നെ ഒരു ടി വി സ്റ്റാൻഡും ടേബിളും സോഫയും ഒക്കെ ഇട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ചെറുതാണെങ്കിൽ അതൊക്കെ അവിടെ കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തായിരുന്നു നമ്മുടെ ഒരു നെടുമ്പര ഉണ്ടായിരുന്നത്, ഓലയിട്ടുണ്ടാക്കിയത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പഴയ അടുക്കള. ഇപ്പോൾ ഈ ഭാഗത്ത് പാപ്പയും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുകയാണ്. നമുക്കാണെങ്കിൽ വലിയ മുറ്റവും പറമ്പും ഉണ്ടായിരുന്നത്. അപ്പോൾ കാലത്തിന് അടിച്ചു വരാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തറവാടിൻ്റെ ഓടൊക്കെ ഇറക്കാൻ പോവാണ്. ബാക്കി വീഡിയോ പിന്നിടാം. അപ്പോൾ ടാറ്റാ.